ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂഅഡ് ബൈ റിനു. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് പോകുന്നത്. ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പാക്ക് ഇന്നലെയാണ് ലീവ് ഓക്കെ ആയത്. അപ്പോൾ പിന്നെ വേഗം ടിക്കറ്റ് എടുത്തു. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. മുന്നേ ഉമ്മാടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വരും, കൺഫേം അല്ല എന്നൊക്കെ. പക്ഷെ ഉമ്മാക്കും ശരിക്കൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഷിറി എന്ന് പറഞ്ഞ എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആഷിക്കയും ഇക്കയും കൂടിയിട്ടാണ് കൊണ്ടാക്കി തരുന്നത്. ഞാനും ഉപ്പയും ആയിഷയുമാണ് പോകുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ നല്ല ടെൻഷനിലായിരുന്നു പോകുന്നതൊക്കെ. ഇരിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എയർ ഇന്ത്യയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല പേടിയുണ്ടായിരുന്നു. ആഷിക്കയുടെ വക നല്ല പേടിപ്പിക്കലൊക്കെ ആയിരുന്നു. നമുക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. വേറൊരാളാണ് വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് സൂം ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സേഫായിട്ട് തന്നെ നമ്മൾ എത്തി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. യൂട്യൂബറല്ലേ, നാട്ടിലെ ആദ്യത്തെ മഴ. നമ്മളങ്ങനെ നാട്ടിലെ അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നമ്മൾ പോയതാണ്. കറക്റ്റ് എത്തിയത് ഒരു പുഴയുടെ ഫ്രണ്ടിലാണ് കേട്ടോ എത്തിയത്. അങ്ങനെ വീണ്ടും വണ്ടി തിരിച്ചൊക്കെ പോയി. അങ്ങനെ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിയിൽ, നോർമലി നമ്മൾ വന്നിരുന്ന വഴിയിൽ മരം വീണിട്ട് നല്ല കാറ്റും മഴയായിരുന്നു. മരം വീണിട്ട് അവിടെ ആകെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വിട്ടു വണ്ടി. അങ്ങനെ വേറെ വഴിയിലാണ് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആകെ വഴി തെറ്റി ഗൂഗിൾ മാപ്പിൽ നോക്കി പോയതാണ്. അങ്ങനെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു പുഴയുടെ ഒരു ഫ്രണ്ടിലാണ് എത്തിയത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീടെത്താറായി. ഒരു 12 മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിയായി നമ്മൾ വീട്ടിലെത്തുമ്പോൾ. വഴി തെറ്റലും അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് പഞ്ചറായി. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ഉമ്മയുടെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു. അതിന് ഡയറക്റ്റ് വരാം എല്ലാവരും ഒക്കെ അപ്പോൾ സർപ്രൈസ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. അപ്പോൾ ഉമ്മാക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ കുറേ നേരമായി വിളിച്ചുകൊണ്ടിരുന്നായിരുന്നേ. അപ്പോൾ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് 2 ബ്രദേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കുറേ നേരം ഉമ്മ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. ഞങ്ങളാണെങ്കിലോ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല. അപ്പോൾ ഉമ്മ നല്ല ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ ഉമ്മയുടെയും ലിയാമിൻ്റെയും റിയാക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിറിയാണെങ്കിലും നന്നായിട്ട് ഉമ്മാക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വിഷയം ഉണ്ടാവില്ല. അതിപ്പോ പറയണ്ട.